ഹായ് മക്കളെ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ അവസാനം വരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലാസ്റ്റ് വരെ കാണണമെന്നില്ല, വേണമെങ്കിൽ ലാസ്റ്റിലേക്ക് നീക്കിയിട്ട് എന്ത് ചെയ്തു അതൊന്ന് കണ്ടോ. അടിപൊളി സാധനമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് കിടക്കാം. അങ്ങനെ +2 റിസൾട്ട് വന്നു. എനിക്കൊക്കെ നിങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷം ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കുറവായിരിക്കും, പക്ഷേ എന്നാലും എന്താണ് നമ്മളെ പരീക്ഷേൻ്റെ അത്ര ടഫായിരുന്നില്ല റിസൾട്ട് എന്ന് ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാളും മാർക്ക് കൂടി. എപ്പോഴും പ്രതീക്ഷകളാണ്. ശ്രീബുദ്ധൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആഗ്രഹങ്ങളാണ് എല്ലാ നിരാശകൾക്കും കാരണം എന്നുള്ളത്. സംഭവം സത്യമല്ല. നമ്മൾ ഒരുപാടൊന്നും ആഗ്രഹിച്ചില്ല, അപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് സന്തോഷമാണോ ഉള്ളത്, അതേപോലെ തന്നെ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. 1200 എത്ര എന്നുള്ളത് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇത്ര A+ എന്നൊന്നും നിങ്ങൾ പറയണമെന്നില്ല. ഓക്കെ, റെഡി. ഇനി അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 മര്യാദയ്ക്ക് പഠിക്കുകയും ചെയ്ത ഉഴപ്പി ഒരുപാട് കുട്ടികൾ +2 പരീക്ഷ കഴിയുമ്പോൾ, ഞാൻ പണ്ട് 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് തീരുമാനിച്ചത് ഇനി ഞാൻ തോക്കൂല, ഇനി ഞാൻ വിട്ടുകൊടുക്കൂല, ഞാൻ എന്ത് വന്നാലും വിജയിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. +2ൻ്റെ കൂടെ NIT, പിന്നെ നിങ്ങൾക്കറിയാം കഥകൾ. അപ്പോൾ അതേപോലെ ഒത്തിരി കുട്ടികൾ +2 എക്സാം മര്യാദയ്ക്ക് എഴുതാതായപ്പോൾ അവരുടെ പാരൻസിൻ്റെ മുഖവും കാര്യങ്ങളൊക്കെ കണ്ടപ്പം തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ എന്ത് ചെയ്യില്ല, തോറ്റു കൊടുക്കില്ല, ഞാൻ എന്തായാലും വിജയിക്കും എന്നുള്ള രീതിയിൽ ഒത്തിരി കുട്ടികൾ അടുത്തൊരു ഓപ്ഷനായിട്ട് JEE എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ +2 മാർക്ക് വന്നപ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങൾ, കരക്കമ്പികൾ ഇങ്ങനെ ഏറലുണ്ട്. JEEക്ക് 75% വേണം, PCABക്ക് അല്ല PCMന് എനിക്കില്ല, +2 മതി, +1 കൂട്ടിയാണ്. ആകെ മൊത്തം കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ വളരെ ആധികാരികമായി തീർക്കാനാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതല്ലാത്ത വേറെ എന്ത് പറയുമ്പോൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പറ അജാ സാർ പറഞ്ഞിട്ടുണ്ട് അതിൽ അപ്പുറം ഒരു അപ്പീലില്ല, നിങ്ങൾക്ക് ധൈര്യം പറയാം. ഞാൻ എല്ലാ ഡോക്യുമെൻ്റൊക്കെ വായിച്ചിട്ടാണ് ഞാനിതെന്ത് ചെയ്യുന്നത്, ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. പിന്നെ ചില കുട്ടികൾക്ക് എന്തുണ്ടാവും സംശയമാണ്, സാർ 75% ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ JEE എഴുതിയിട്ട് അങ്ങനെയൊന്നുമില്ലടാ. നിങ്ങൾ അടുത്ത ഒരു വർഷം പഠിക്കാൻ തയ്യാറാണെങ്കിൽ, എല്ലാം മറന്ന് എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ച് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഫ്രം ബേസ് മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, JEEക്ക് നല്ല സ്കോർ തന്നെ കിട്ടും. ഇപ്പം നമ്മൾ എക്സാമിൽ ഞങ്ങളെ കഴിഞ്ഞ വർഷത്തെ ടോപ്പർ സാമി, അവൻ്റെ +2 മാർക്ക് 75 എന്നല്ല കുറച്ചും കൂടെ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അവനെന്തല്ല, അവൻ +2ൻ്റെ കൂടെ JEE എഴുതിയിട്ടില്ല. +2ൻ്റെ കൂടെ JEE എഴുതാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രമാത്രം സീരിയസ് ആയിരുന്നു നിങ്ങൾക്കറിയാലോ. പക്ഷെ ബേസ് മുതൽ അവൻ ഇവരിന്നും പഠിച്ചാൽ, ഞങ്ങൾ ആ വർഷം ഏറ്റവും കൂടുതൽ പഠിച്ചവനാ. നല്ല സ്കോറിന് 99.6 ആണ്. ഇപ്പോൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് നോക്കാം. അപ്പം എജു പോർട്ടലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ബേസ് മുതൽ ഞങ്ങൾ JEEക്ക് പഠിപ്പിച്ചു തരും. ആൻഡ് ജോയിനിങ് ലിങ്ക് ജസ്റ്റ് ഇവിടെ വരികയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഇവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, സാറേ കുറേ നേരം തള്ളുന്ന് വേഗം ചിലക്കാണ്ട് കാര്യത്തിലേക്ക് അടക്കുന്നതായിരിക്കും നിങ്ങൾ പറയുന്നത് അല്ലേ. ഓക്കെ, JEEൻ്റെ കേസിൽ നമുക്കറിയാം 2 എക്സാം ഉണ്ട്. JEE മെയിൻസും ഉണ്ട്, അതേപോലെ തന്നെ JEE അഡ്വാൻസും ഉണ്ട് അല്ലേ. JEE മെയിൻസും ഉണ്ട്, JEE അഡ്വാൻസും ഉണ്ട് അല്ലേ. 2 എക്സാമ്പിളാണുള്ളത്. രണ്ടിനും സെപ്പറേറ്റ് ബ്രോഷറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം JEE മെയിൻസ് കഴിഞ്ഞിട്ടുള്ള അഡ്വാൻസ്. JEE മെയിൻസിൻ്റെ കേസിൽ വളരെ കൃത്യമായിട്ട് ഒരു കാര്യമേ പറയുന്നുള്ളൂ. എന്ത് എലിജിബിലിറ്റി ഫോർ അഡ്മിഷൻ ടു NITs, IIITs, CFITs, CFTIS പാർട്ടിസിപ്പേറ്റിംഗ് ത്രൂ ദ സെൻട്രൽ സീറ്റ് അലോക്കേഷൻ ബോർഡിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഫോർ ദ JEE means ranks in paper 1, they should have secured at least 75% mark in the class 12 examination or be in the top 20% in class 12 examination. Top 20% കേസ് നോക്കണ്ട, കാരണം നമുക്കിവിടെ മാർക്ക് കൃത്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് റെസ്പെക്റ്റീവ് ഫോർ SC/ST candidate the qualifying mark should be 65% in the +2 exam. SC/ST-കാർക്കാണെങ്കിൽ 75 വേണം, 65. ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു ചോദ്യം, +1 മാർക്കും +2 മാർക്കും കമ്പൈൻഡ് ആയിട്ടാണോ അല്ലെ +2 മാത്രമാണോ ചോദിക്കുക? +2 മാത്രം. വളരെ ക്ലിയർ ആയിട്ട് ക്ലാസ് +2 എന്ന് എല്ലാ സ്ഥലത്തും എഴുതിയിട്ട് +2 മാർക്ക് മാത്രമാണ് നോക്കുക. പിന്നെ PCB മാത്രം എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലല്ലേ. അതായത് +2ൽ നിങ്ങൾക്ക് 75% മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ ഇതിൽ JEE മെയിൻസിൻ്റെ കേസിൽ പറയുന്നുള്ളൂ. അപ്പോൾ സാർ അത് എത്രയാ? സിമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 1200 നിങ്ങളുടെ ടോട്ടൽ മാർക്ക്, അതിൽ 520 എന്തായിരുന്നു നിങ്ങളുടെ +1 ആയിരുന്നു അല്ലേ, ഓർമ്മയില്ലേ? അപ്പോൾ ബാക്കി 600 നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ അങ്ങനെ തന്നെ കാണിക്കട്ടോ. ബാക്കി 680 നിങ്ങളുടെ +2ൽ. ഈ 680 നിങ്ങളുടെ 6 സബ്ജക്ട്സിലും കൂടെ 680ൻ്റെ 75% മതി. അത് എത്രയാണ്? 680ൻ്റെ 75% എന്ന് തോന്നുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്താണ്, 510 ആണ്. 68 128 510 കേട്ടോ. ഒരു മിനിറ്റ്, 680ൽ 68 136 34 136 34 എന്ന് പറയുമ്പോൾ 170 മാർക്ക് കുറഞ്ഞാൽ യെസ് 510 ആണ് എന്ത്
മാർക്ക്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് JEE മെയിൻസ് വഴി NITയിൽ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നത് 510 മാർക്ക് കിട്ടിയാൽ മതി 650. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്തോ മാർക്ക് ലിസ്റ്റ് എടുത്തു 650 510 ഉണ്ടോ എന്ന് നോക്കിക്കോ. ഇന്ന സബ്ജക്ട്സ് ഒന്നും അതിൽ പറയുന്നില്ല. ഇനി JEE അഡ്വാൻസിൻ്റെ കേസിൽ അവർ ആദ്യം എന്ത് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് വേണേൽ പോസ് ചെയ്ത് നോക്കട്ടോ. മസ്റ്റ് ഹാവ് പാസ്ഡ് ക്ലാസ് +2 or equivalent board examination with a minimum of 5 subject. Minimum of 5 subject. Minimum ആട്ടോ, മാക്സിമം അല്ലേ. 5 സബ്ജക്റ്റ് എങ്കിലും പഠിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് 75% അഗ്രിഗേറ്റ് മാർക്ക്. ഇവിടെയും എന്താണ് ക്ലാസ് 12th എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പം +1ഉം +2ഉം കൂട്ടിയാണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട, +2 മാത്രമാണ്. ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ CBSE-കാർക്ക് +2 എക്സാം ഉള്ളൂ, +1 ഒരിക്കലും എന്തില്ല, ബോർഡ് എക്സാം ഇല്ല. അതാണ് മെയിൻ. SC ST ആൻഡ് PW ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് എന്താണ് 65% ആണ് അത് വേണ്ടത്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അവിടെയാണ് ഒരുപാട് കുട്ടികൾക്ക് അഡ്വാൻസിൻ്റെ കേസിലാട്ടോ, അഡ്വാൻസിൻ്റെ കേസിലാണ് ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷൻ. ഇവിടെ എന്ത് പറയുന്നുണ്ട്, ദ മാർക്സ് സ്കോർഡ് ഇൻ ദ ഫോളോയിങ് 5 സബ്ജക്ട്സ് വിൽ ബി കൺസിഡർ ഫോർ കാൽക്കുലേറ്റിംഗ് ദ അഗ്രിഗേറ്റ് മാർക്സ് എന്നാണ്. അതായത് ഈ 75% JEE മെയിൻസ് പോലെ എന്തല്ല ആ എല്ലാ സബ്ജക്റ്റും കൂട്ടിയല്ല, പക്ഷെ 5 സബ്ജക്ട്സേ കൂട്ടുള്ളൂ. പണി പാളിയോ? ആ 5 സബ്ജക്ട്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. 5 സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഫിസിക്സ് ആണ്, 2 കെമിസ്ട്രി ആണ്, 3 മാത്സ് ആണ്. ഓക്കെ, 4ാമത്തെ നിങ്ങൾ നോക്കണേ, എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് ആണ് 4ാമത്തെ സബ്ജക്ട്. അവിടെ എന്തുണ്ട്, ഇഫ് ദ കാൻഡിഡേറ്റ് ഹാസ് ടേക്കൺ മോർ ദാൻ 1 ലാംഗ്വേജ് ദെൻ ദ ലാംഗ്വേജ് വിത്ത് ദ ഹയർ മാർക്സ് വിൽ ബി കൺസിഡേർഡ്. അതായത് ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് നമുക്ക് ഹയർ മാർക്കുള്ള ലാംഗ്വേജ് എടുക്കുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇംഗ്ലീഷും നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 4ാമത്തെ സബ്ജക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് അല്ല, നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജിലെ മാർക്ക് കൂടാം, സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മാർക്ക് കൂട്ടാം. അപ്പോൾ വേഗം ആഡ് ചെയ്യടാ. നിങ്ങൾ +2 ഫിസിക്സിൻ്റെ മാർക്ക്, കെമിസ്ട്രിയുടെ മാർക്ക്, മാത്തമാറ്റിക്സിൻ്റെ മാർക്ക്, അതേപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മാർക്ക് ആഡ് ചെയ്ത്. ഇംഗ്ലീഷാണ് അതിനേക്കാൾ കൂടുതൽ, അത് ആഡ് ചെയ്യട്ടെ. നിങ്ങൾക്ക് പൊതുവെ അങ്ങനെ സംഭവിക്കില്ല. ആൻഡ് 5ാമത്തെ സബ്ജക്റ്റ് എനി സബ്ജക്ട്സ് അതർ ദാൻ ദ എബോവ് 4, അതായത് ആദ്യത്തെ 4 അല്ലാത്ത. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബാക്കി ഉണ്ടാവുക ഒന്നുകിൽ ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും, പിന്നെ ഇംഗ്ലീഷും ആയിരിക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക്. എനി അതർ സബ്ജക്ട് ഓഫ് എബോവ് 4 സബ്ജക്ട് വിത്ത് ദ ഹയസ്റ്റ് മാർക്ക്, ഇതിൽ ഹയസ്റ്റ് മാർക്ക് ഉള്ളതാണ് കൂട്ടുക. ഓക്കെ, ഇപ്പം ഒരു ജനറൽ കേസിൽ ഒരു ബയോ സയൻസ് എടുത്ത കുട്ടിയുടെ കേസിൽ എങ്ങനെയായിരിക്കും മാർക്ക് കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിലെ മാർക്കും കെമിസ്ട്രിയിലെ മാർക്കും മാത്സിലെ മാർക്കും ഷുവറായിട്ട് എടുക്കും. പിന്നെ ഇംഗ്ലീഷ് ഓർ ലാംഗ്വേജ് ആണ്, അപ്പം യൂഷ്വലി ലാംഗ്വേജിനായിരിക്കും മാർക്ക് കൂടുതൽ, അപ്പം നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് കൂട്ടും. 5ാമത്തെ സബ്ജക്റ്റായിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ബയോളജി ഉണ്ട്, നേരത്തെ കൂട്ടാത്ത ഇംഗ്ലീഷ്. ഇതിലേതാണോ മാർക്ക് കൂടുതൽ, ബയോളജിക്കാർ മാർക്ക് കൂടുതലെങ്കിൽ ബയോളജി. ഇനിയിപ്പോൾ ബയോളജിക്ക് പകരം നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്ത കമ്പ്യൂട്ടർ സയൻസ്. അങ്ങനെ കൂട്ടണം, 5 സബ്ജക്ട്സുകൾ കൂട്ടണം. അപ്പം ഈ 5 മാർക്കിൻ്റെയും ടോട്ടൽ എന്ത് ചെയ്യണം, 5 മാർക്കിലും കൂടെ നമുക്ക് 75% കിട്ടണം. ഇവിടെ ചെറിയ വീണ്ടും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. എന്താ കൺഫ്യൂഷൻ എന്നോ, അതായത് നിങ്ങൾ മാർക്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷും ലാംഗ്വേജും ഇതിൽ വരുന്നുണ്ട്, ഓൾറെഡി 100 മാർക്ക് അതിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എടുക്കുക. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും, ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എന്തായിരിക്കും 120 ഉണ്ടാവുക. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും 120 ബയോളജി അല്ലെങ്കിൽ CS എന്തായിരിക്കും 120 നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് നിങ്ങളുടെ 480 വരുന്നത്. പിന്നെയോ ഇംഗ്ലീഷും അതേപോലെ ഇത് +2നെ കുറിച്ചാണ് പറയുന്നത്. ഇംഗ്ലീഷും നിങ്ങളുടെ ലാംഗ്വേജും കൂട്ടിയിട്ട് എത്രയല്ല വരിക, 100 വരിക. ഇംഗ്ലീഷും നിങ്ങളുടെ ലാംഗ്വേജും കൂട്ടിയിട്ട് 100 വരിക, 100 വരിക. അപ്പോൾ ടോട്ടൽ ഇത് 200 കൂട്ടിയിട്ടാണ് നിങ്ങളുടെ 680 വരും. നിങ്ങളുടെ 680 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ചാൽ നമുക്കിതിലെ പല കോമ്പിനേഷൻ ആയിരിക്കും. നിങ്ങൾ 5 സബ്ജക്റ്റ്, ചില ആൾക്കാർക്ക് എന്തായിരിക്കും PCM ബയോളജി ലാംഗ്വേജ് ആയിരിക്കും, വേറെ ചില ആൾക്ക് PCM ബയോളജി CS പകരം ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇങ്ങനെ എന്താകുമ്പോൾ ആ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുകയെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പം സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ്, PCM അതേപോലെ തന്നെ ബയോളജിയും ലാംഗ്വേജും ആണെങ്കിൽ ഇതിന് എത്ര ടോട്ടൽ മാർക്ക് കിട്ടിയെന്ന് നോക്കാം. ടോട്ടൽ മാർക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു എല്ലാത്തിലും ഒരു 100 വെച്ച് കൂട്ടാം അല്ലേ. എല്ലാത്തിലും 100 കൂട്ടാം. അപ്പം എല്ലാത്തിലും 100 ആകുമ്പോൾ 500 മാർക്ക് ഉണ്ടാവും ടോട്ടൽ. അല്ലെങ്കിൽ ഇത് മാർക്സ് എന്ന് കൊടുക്കുക M. ഇനി ഇതിനൊക്കെ കൂടുതൽ ടോട്ടൽ എത്രയായിരിക്കും, ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് ടോട്ടൽ 450 ലാംഗ്വേജിന് എത്ര 100. അപ്പോൾ ടോട്ടൽ എന്താണ്, ടോട്ടൽ ഈസ് ഈക്വൽ ടു 580. അന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ.
ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ജയിക്ക് പോകണ്ടില്ല. ഓക്കെ, 500 നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, നിങ്ങൾ എടുക്കുന്ന സബ്ജക്ട്സ്. ആ സബ്ജക്റ്റുകളുടെ ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് നോക്കാം. 550 ആയിരിക്കും. ബയോളജിക്ക് പകരം ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ അതെന്ത് ചെയ്തേനെ, 560 ആയി കുറഞ്ഞേനെ. 560 ആയി കുറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങളുടെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ ഇൻറ്റു 100 ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ ഇൻറ്റു 100 ആയിരിക്കും. അതായത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സുകളാണ് എടുക്കുന്നതനുസരിച്ച് ഇതിലെന്തുണ്ടാവും, ചെറിയ വേരിയേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേഗം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേഗം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പറഞ്ഞു തരാം എത്രയാണ് പെർസെൻറ്റേജ് എന്നുള്ളത്. ഇനി ഞാൻ ഇതൊക്കെ പോട്ടെ, ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, വലിയ കോംപ്ലിക്കേഷൻ എന്നുള്ള ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ചില സ്ഥലത്ത് പറയുന്നുണ്ട് എന്ത്, ജെയ് മെയിൻസിനും ഇതേപോലെ തന്നെയാണ് കാൽക്കുലേഷൻ. അന്ന് മെയിൻസിൻ്റെ ബ്രോഷറിൽ ഓരോ ഇടാൻ മറന്നു പോയത്, രണ്ടും ഒരേ ബോഡിയാണ് നടക്കുന്നത്. അതുകൊണ്ട് അഡ്വാൻസിൻ്റെ ഇതേ കാൽക്കുലേഷനാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അപ്പാർട്ട് ഫ്രം മാർക്ക് ആൻഡ് ഓൾ, അതായത് ജെയ് മെയിൻസിൽ നിങ്ങൾ 6 സബ്ജക്റ്റുകളും കൂടെ നിങ്ങൾക്ക് 75% ജസ്റ്റ് എത്തിയുള്ളൂ എന്ന് വിചാരിക്കുക. ജസ്റ്റ് 75% എത്തിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചാൻസ് നിങ്ങൾക്കുണ്ടോ 75%-നേക്കാൾ താഴെ ആവാൻ? ഒരു ചാൻസും. ഈ ക്രൈറ്റീരിയയാണ് ശരിക്കും എന്ത് കുറച്ചുകൂടി ബെസ്റ്റ് ഓഫ് 5 ആണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. 6ലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 സബ്ജക്ട്സുകളാണ് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഒരു പരിധി വരെ. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഇനി ഇങ്ങനെയാണ് ജെയ് മെയിൻസ് എങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്ലിയർ അല്ലേടാ, ജെയ് മെയിൻസിൻ്റെ ടോട്ടൽ 75% വേണമെന്നാണ്. അപ്പോൾ എന്താണ്, 680-ൽ 510 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ എന്താണ്, നിങ്ങൾക്ക് ജെയ് മെയിൻസ് ക്വാളിഫൈഡ് ആണ്. അതേപോലെ ജെയ് അഡ്വാൻസിൻ്റെ കേസിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ആണ് കാൽക്കുലേഷൻ. പക്ഷേ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, സിമ്പിളായി പറയണം, ഇത് ഓക്കെ ആണെങ്കിൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി ഓക്കെ ആയിട്ടുണ്ട്. വേറൊന്നും നിങ്ങൾ നോക്കേണ്ടതേ ഇല്ല. ഇത് ഓക്കെ ആണെങ്കിൽ മറ്റേത് ഓട്ടോമാറ്റിക്. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അങ്ങനെ സാർ ഓട്ടോമാറ്റിക്കലി ഓക്കെ എന്നുള്ളത്. അപ്പോൾ ബൈ അല്ല സാറേ, സർപ്രൈസ് വേറൊന്നും ഇല്ലടോ, ഇത് റിലേറ്റഡ് ആയിട്ടോ അല്ല കരിയർ റിലേറ്റഡ് ആയി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം മെല്ലെ ഒന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ajaz.eduport തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ, എൻ്റെ ഇൻസ്റ്റ ID. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതല്ല ഇൻസ്റ്റൻ്റെ ചിഹ്നം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ, നമ്മളിപ്പം ഒരു മാസം കൂടെ നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ ചാനലൊക്കെ നിങ്ങൾ മറന്നു. അപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ മറക്കാതിരിക്കാൻ, follow me on Instagram and keep in touch. Bye-bye.